എനിക്ക് പണ്ട് തുടങ്ങി ഇഷ്ടമല്ലാത്തൊരു ഐറ്റമാണ് കേട്ടോ ഈ പാവയ്ക്ക. പാവയ്ക്ക എങ്ങനെ കറി വെച്ചാലും ഇഷ്ടമല്ല. പിന്നെ അതിങ്ങനെ മുരിയിപ്പിച്ച് ഫ്രൈ ആക്കി എടുക്കൂലേ, ഷാലോ ഫ്രൈ ചെയ്ത് അങ്ങനെയൊക്കെ എടുത്താൽ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കയ്പ്പൊക്കെ പോവും. പിന്നെ അത് തോരൻ വെച്ചാലോ കറി വെച്ചാലോ ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല കേട്ടോ. പക്ഷെ പിന്നെ വർഷങ്ങൾക്ക് ഇപ്പുറം എനിക്കത് കുറേശ്ശെ കുറേശ്ശെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പാവയ്ക്ക കറി വെക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ 2 പാവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊതുവേ ഇവിടെ പാവയ്ക്ക കറി വെക്കുമ്പോൾ ഇതുപോലെയാണ് വെക്കാറ്. അതായത് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് അങ്ങോട്ട് വെക്കും. അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിലുണ്ടല്ലോ അതിൻ്റെ കയ്പ്പൊക്കെ കുറച്ച് കുറയും. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാവയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് പാവയ്ക്കയാണ് കട്ട് ചെയ്തത്. പിന്നെ അതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് കായപ്പൊടി ഈ ടൈമിൽ ഇടണമെങ്കിൽ ഇടാട്ടോ. ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. ഞാൻ പിന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കിംഗ് ടൈമിലാണ് ഇട്ടത്. പിന്നെ ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്നുമല്ല. നമ്മൾ ഈ അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറിയൊക്കെ വെക്കുമ്പോൾ അതിൽ സവാളയും ഇഞ്ചിയും മാങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കൂലേ, അതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് നെക്കി പിഴിഞ്ഞെടുക്കണം കേട്ടോ. എത്രത്തോളം ഇങ്ങനെ പിഴിഞ്ഞ് മിക്സ് ആക്കി എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ മറന്നു പോയിട്ടോ, സവാളയും ചെറിയ പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ കൂടെ ഇടാട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഈ വ്ളോഗ് എനിക്ക് ഒട്ടും പ്ലാനിങ് ഇല്ലാണ്ട് എടുത്ത വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ഓർത്തത് അയ്യോ ഫ്രിഡ്ജിൽ മാങ്ങ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ വാളംപുളി പിഴിഞ്ഞാട്ടോ ഒഴിച്ചത്. അപ്പോൾ പുളിക്ക് ബാലൻസ് ചെയ്യാനായിട്ട് വാളംപുളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഈ മാങ്ങയും ഈ പാവയ്ക്കയുടെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ ആ പാവയ്ക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മൺചട്ടിയിലാട്ടോ കറി വയ്ക്കുന്നത്. ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ മൺചട്ടിയിൽ കറി വയ്ക്കുകയാണെങ്കിലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചട്ടി വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ, കടുക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ടു കേട്ടോ. പുറകെ കറിവേപ്പില ഇട്ടു. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കണ ആ മിക്സ് ആക്കി വെച്ചേക്കണ പാവയ്ക്കല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. മാക്സിമം ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് അതിൽ കൂടി പോകില്ല കേട്ടോ. അതിനുള്ളിൽ തന്നെ പാവയ്ക്ക നന്നായിട്ട് വെന്തോളും. ഓൾറെഡി ഞാൻ പാവയ്ക്ക നന്നായിട്ട് പിഴിഞ്ഞാണല്ലോ വെച്ചത്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടി പാവയ്ക്ക പെട്ടെന്ന് വേവും കേട്ടോ. പാവയ്ക്ക വെച്ചിട്ട് ഒത്തിരി റെസിപ്പീസൊക്കെ ഉണ്ട്. പക്ഷേ ഈ പാവയ്ക്കയ്ക്ക് പൊതുവെ കയ്പായതുകൊണ്ടേ അതിനോട് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. പക്ഷേ ഞാൻ ഇതുപോലെ വറുത്തരച്ച് കറി വെക്കുകയാണെങ്കിൽ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പുളി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ എടുത്തേക്കാണ്. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് സോക്കാവാനായിട്ട് എടുത്ത് മാറ്റി വെക്കുകയാണേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ, അപ്പോൾ മാങ്ങയൊക്കെ ചേർക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ പാവയ്ക്കയുടെ കൂടെ തന്നെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. മസാലകളൊക്കെ ചേർക്കുമ്പോൾ അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതൊക്കെ ചേർക്കില്ലേ, ആ ടൈമിൽ തന്നെ മാങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് വെക്കുക കേട്ടോ. അതായത് ഈ അങ്കമാലി സ്റ്റൈലിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ടൈമിൽ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഹാഫ് കുക്കാണ് ആയിട്ടുള്ളൂ. ഫുൾ കുക്ക് ആയതിനു ശേഷം മാത്രമാണ് തേങ്ങ വറുത്തരച്ച് അതിലേക്ക് ചേർക്കുന്നത്. പാവയ്ക്ക് അടുപ്പിലിരുന്ന് വേവട്ടെ. ആ ടൈമിൽ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. തേങ്ങ എടുക്കുകയാണ് കേട്ടോ. തേങ്ങ ഞാൻ ഒരു 3/4 തേങ്ങയോളം എടുത്തിട്ടുണ്ട്. ഈ 3/4 തേങ്ങ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഒരു തേങ്ങയുടെ ഹാഫ് പോർഷനില്ലേ, ആ ഹാഫിൻ്റെ 3/4 പോർഷനാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് മനസ്സിലാകാത്തവർക്ക് ഒന്ന് മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ തേങ്ങ ഇട്ടത്. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൊച്ചുള്ളി ഉണ്ടല്ലോ, ഒരു 2 ചെറിയ ചുവന്നുള്ളി അതും കൂടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തേങ്ങ വറുക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പുറത്തുള്ള പാവയ്ക്ക മറന്നൊന്നും പോയിട്ടില്ല കേട്ടോ. അതും ഞാൻ ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം പാവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ലോ സിമ്മിൽ ഇട്ടിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ട ടൈമായിട്ടോ. അപ്പോൾ ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ മല്ലിപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ റീഫിൽ ചെയ്ത് വെച്ചേ. പിന്നെ ഉണ്ടല്ലോ ഈ നല്ല കയ്പുള്ള പാവയ്ക്ക ഉണ്ടാവും. ചില പാവയ്ക്കൊക്കെ വലിയ കയ്പൊന്നും ഉണ്ടാവില്ല. ചില പാവയ്ക്കൊക്കെ നല്ല അതികഠിനമായ കയ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കയ്പുള്ള സമയത്തുണ്ടല്ലോ പണ്ടത്തെ ആളുകളൊക്കെ ഈ ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കും കേട്ടോ. കുറച്ച് നേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ് പോകുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ പരീക്ഷിച്ചൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ തേങ്ങ ഇവിടെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയാണ് ചേർക്കുന്നുള്ളൂ. ഞാനിവിടെ വറുത്തരച്ച് എന്ത് കറികൾ വെച്ചാലും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഈ ഐറ്റംസ് ആട്ടോ ചേർക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ നോൺ വെജ് ഒക്കെ വറുത്തരച്ച് കറി വെക്കുകയാണെങ്കിലുണ്ടല്ലോ അതിൽ ഞാൻ അതിൻ്റെ മസാലകളൊക്കെ ചേർക്കും. അല്ലാണ്ട് വെജിറ്റബിൾസ് ഒക്കെ ഞാൻ വറുത്തരച്ച് കറി വെക്കുകയാണെങ്കിൽ ഇതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളാട്ടോ ചേർത്ത് കൊടുക്കാറുള്ളൂ. പിന്നെ കായം ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്. ഞാൻ അങ്ങനെ എല്ലാ പക്കയായിട്ട് കറി വെക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ കൂടെ പറയാം. നിങ്ങൾ ഇതുപോലെയൊക്കെയാണോ വെക്കണേന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്നൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ എളുപ്പമാണ്. കാരണം സോഷ്യൽ മീഡിയ ഇതുപോലെ വളർന്നേക്കണ കാരണം ഓരോരുത്തരുടെ കുക്കിംഗ് ഐഡിയാസും റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതൊക്കെ കണ്ട് പഠിക്കാമല്ലോ. പണ്ടൊക്കെ അതായത് ഒരു 10-12 വർഷം ബാക്കിലേക്ക് തൊട്ട് നോക്കുകയാണെങ്കിലുണ്ടല്ലോ
അന്നത്തെ കുക്കിംഗ് പോലും അറിയാൻ പാടില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ എനിക്കും. അന്നാളിൽ കുക്കിംഗ് ഒക്കെ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. അന്ന് കുക്കിംഗ് ഒക്കെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു തരണം, അല്ലെങ്കിൽ ടി വിയിലൊക്കെ കുക്കിംഗ് പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ ആ പ്രോഗ്രാം വരുന്ന ടൈമിൽ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ കയ്യിലൊരു പേന, ബുക്ക് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടാവും. എന്നിട്ട് കുറിച്ച് വെക്കും. എന്നിട്ട് പിന്നെ വീട്ടിൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ പഠനം. പിന്നെ വേറൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ വനിതാ മാഗസിൻ ഉണ്ടാവും. അപ്പോൾ അതിലിങ്ങനെ സ്പെഷ്യൽ റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഫങ്ഷൻസ് ഒക്കെ വരുന്ന ടൈമിൽ, അതായത് ഓണം, വിഷു, ഈസ്റ്റർ, ആ ടൈമിലൊക്കെ സ്പെഷ്യൽ റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി റെസിപ്പീസ് ഒക്കെ വരുമായിരുന്നു. ഇതൊക്കെയായിരുന്നു കേട്ടോ അന്നാളിൽ കുക്കിംഗ് ഒക്കെ പഠിക്കാനുള്ള ഏക മാർഗ്ഗം. ഈ 90s ജനിച്ച ഇപ്പോഴത്തെ ലേഡീസിനോടൊക്കെ ചോദിച്ചാൽ പറയാം, അവരൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കുക്കിംഗ് ഒക്കെ പഠിച്ചെടുത്തേക്കണേ. പക്ഷെ അന്നത്തെ ആ പഠനത്തിൽ നിന്ന് ഇന്ന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ, ഏത് റെസിപ്പീസ് കിട്ടാത്ത എല്ലാവർക്കും പുതിയ പുതിയ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ റെസിപ്പീസൊക്കെ നോക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതമാണ് ഓരോരുത്തരുടെ ഐഡിയാസ്. ഇപ്പോൾ എൻ്റെ ഐഡിയാസ് ആവില്ല വേറൊരാളുടെ ഐഡിയ, അല്ലേ? അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടേതായിട്ടുള്ള കഴിവുകളൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരാൾ ട്രൈ ചെയ്യും, അയാൾ ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്ക് ഹെൽപ്ഫുൾ ആവാണല്ലേ. അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും കാര്യം. അപ്പോൾ ദേ എൻ്റെ പാവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. പാവയ്ക്ക് വെച്ചിട്ട് പലതരം റെസിപ്പീസൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം ഇതാണ് കേട്ടോ. കാരണം ചാറ് കറിക്കായിട്ട് ഇവിടെ കൂടുതലും പോകുന്നത് ഈ രീതിയിൽ കറി വയ്ക്കുമ്പോഴാണ് കേട്ടോ. ഒരിടയ്ക്ക് ഇവിടെ പാവയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാനിങ്ങനെ ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി റെസിപ്പീസൊക്കെ ഞാൻ ട്രൈ ചെയ്തുമായിരുന്നു. ആ സമയത്താണ് കേട്ടോ എൻ്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് അച്ചാർ കയറി വന്നു. അങ്ങനെ ഞാൻ 2 തവണ പാവയ്ക്ക് അച്ചാർ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 തവണ ഇട്ടപ്പോഴും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ പാവയ്ക്ക് അച്ചാർ ഇടുമ്പോൾ ഉണ്ടല്ലോ, ആ പാവയ്ക്ക നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ കയ്പ്പൊക്കെ ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്കത് എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് അറിയില്ല. അത് അച്ചാറിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, പാവയ്ക്കാന്ന് തോന്നില്ല. പക്ഷെ അതിൻ്റെ ഷേപ്പൊക്കെ കാണുമ്പോൾ പാവയ്ക്കാന്ന് തോന്നും. പക്ഷെ കഴിക്കുമ്പോൾ അത് പാവയ്ക്കായിട്ട് തോന്നൂല. നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുത്ത് അച്ചാറിടണം കേട്ടോ. അപ്പം ദേ എൻ്റെ പാവയ്ക്ക കറിയൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇനി വേറെ പല പല റെസിപ്പീസ് ഉണ്ട്. അതുപോലെ തന്നെ കേട്ടോ കൊണ്ടാട്ടം. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതിനിപ്പോൾ നല്ല വെയിലത്തൊക്കെ ഇട്ട് പാവയ്ക്ക ഉണക്കിയെടുക്കണ്ടേ. അതുകൊണ്ട് അത് ഞാനിപ്പോൾ തൽക്കാലം വിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ദേ എൻ്റെ പാവയ്ക്ക കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തേങ്ങ അരച്ചതും അതിലേക്ക് ചേർത്തിട്ടുണ്ട്. വലിയ തിളയൊന്നും വന്നിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കടുകൊന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 തവണയാട്ടോ കടുകും ഉലുവയും കൂടി വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുക്കുന്നത്. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ സ്റ്റാർട്ടിങ് തുടങ്ങി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ ആ പാവയ്ക്ക വേവിച്ചെടുത്തില്ലേ, ആ ടൈമിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവയും കടുകും കൂടി ഇട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ കുറച്ച് ഉലുവയും കടുകാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം രണ്ടാമത് ഇത് കടുക് താളിക്കുന്ന ടൈമിൽ കടുകും ഉലുവയും ഇടാനായിട്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു എന്തിനാ ഈ 2 തവണ കഷ്ടപ്പെട്ട് കടുകും ഉലുവയും പൊട്ടിക്കണേന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അത് ഓരോരുത്തരുടെയും ചോയ്സാണ്. അപ്പോൾ ഞാൻ ആദ്യം പാവയ്ക്ക അങ്ങനെ മസാലയൊക്കെ ഇട്ട് വെച്ചപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് താളിച്ചെടുക്കണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഫൈനലി അത് താളിക്കുമ്പോൾ കടുകും ഉലുവയും യൂസ് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ ഫൈനൽ താളിപ്പിലേക്കായിട്ട് ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം ചെറിയ ചുവന്നുള്ളി കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചുവന്ന മുളക് ഉണ്ടല്ലോ, കൊല്ലമുളക്, അത് തപ്പിയപ്പോൾ അതുണ്ടായിരുന്നില്ല. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആ താളിച്ച് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു. അങ്ങനെ ഫൈനലി എൻ്റെ നാടൻ പാവയ്ക്കക്കറി, അതായത് വറുത്തരച്ച പാവയ്ക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെസ്റ്റ് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പാവയ്ക്കക്കറി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇതിലും കുറച്ചുകൂടി നന്നായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി പുതിയ വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.